നമസ്കാരം. ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അമേരിക്കയുടെ പുതിയ പ്രസ് സെക്രട്ടറിയായ കരോലിൻ ലെവിറ്റാണ്. കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും പ്രമുഖ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സിനെ ഇനി മുതൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട പരിപാടികൾക്കൊന്നും തന്നെ പങ്കെടുപ്പിക്കുകയില്ല എന്ന പ്രഖ്യാപനം കൂടി നടത്തിയതോടെ ഈ കരോലിൻ ലെവിറ്റ് ആരാണ് എന്ന് അന്വേഷിക്കുകയാണ് എല്ലാവരും. വെറും 27ാമത്തെ വയസ്സിലാണ് കരോലിൻ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ഒരിക്കലും പ്രസ് സെക്രട്ടറി ആയിരുന്നിട്ടില്ല. 1969 റിച്ചാർഡ് നിക്സൻ്റെ കീഴിൽ 29കാരനായ റൊണാൾഡ് സ്ലീഗർ ആയിരുന്നു നേരത്തെ ഈ സ്ഥാനത്തിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. കരോലിന് കാര്യങ്ങൾ വളരെ നന്നായി പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയുമെന്ന് നേരത്തെയും അവർ തെളിയിച്ചതാണ്. നേരത്തെ അവർ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രചാരണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇതിനുള്ള അംഗീകാരമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് കരോലിനെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറിയായി നിയോഗിക്കുന്നത്. തങ്ങളുടെ സന്ദേശങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് കൈമാറാൻ കരോലിന് കഴിയുമെന്നും തൻ്റെ ചരിത്രപരമായ പ്രചാരണത്തിൽ കരോലിന് അസാധാരണമായി പ്രവർത്തിച്ചിരുന്നു എന്നുമാണ് ട്രംപ് അന്ന് പ്രശംസിച്ചിരുന്നത്. 2022 ഇവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ നിലപാടുകളിൽ ട്രംപിനേക്കാൾ കർക്കശക്കാരിയാണോ കരോലിൻ എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യം പലരും സംശയമായി ഉന്നയിച്ചിരുന്നതുമാണ്. ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു പ്രസ് സെക്രട്ടറി വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകരോട് പോലും ഇത്രയും കർക്കശമായ രീതിയിൽ പെരുമാറുന്നത് കണ്ട് പലരും അത്ഭുതപ്പെടുകയായിരുന്നു. ട്രംപ് ആദ്യഘട്ടത്തിൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പല സമയത്തായി 4 പ്രസ് സെക്രട്ടറിമാരായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇവരെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ടായിരുന്നത്. പ്രസ് സെക്രട്ടറിക്ക് അന്ന് വലിയ ജോലിയൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ട്രംപ് പല വിവാദങ്ങളിലും ഇത്തരം പ്രസ്താവനകളുടെ ചെന്ന് പെട്ട സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ഇത്തരത്തിൽ ഒരാളിനെ സ്ഥിരമായി, വളരെ കർക്കശക്കാരിയ ഒരാളിനെ തന്നെ സ്ഥിരമായി പ്രസ് സെക്രട്ടറിയായി നിയോഗിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. വൈറ്റ് ഹൗസിലെ അതിസുന്ദരിയായ പ്രസ് സെക്രട്ടറിയുടെ സ്വകാര്യ ജീവിതവും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയ വ്യക്തിയാണ് കരോലിൻ. കരോലിൻ്റെ ഭർത്താവാകട്ടെ അവരെക്കാൾ 32 വയസ്സ് കൂടിയ ആളാണ്. ഇപ്പോൾ 59 വയസ്സുണ്ട് അദ്ദേഹത്തിന്. കരോലിനാകട്ടെ 27 വയസ്സും. എന്നാൽ തനിക്ക് ലഭിച്ചത് തൻ്റെ സങ്കല്പത്തിലെ ഭർത്താവിനെയാണ് എന്നാണ് കരോലിൻ പറയുന്നത്. 2023 ഇവർ കണ്ടുമുട്ടുന്നത്. 2024 ഇവർ വിവാഹിതരാകുന്നു. ഇവർക്കൊരു മകനുമുണ്ട്. ഇപ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ തിരയുന്നത് കരോലിൻ്റെ ഭർത്താവിൻ്റെ ചിത്രമാണ്. കരോലിൻ്റെ ഭർത്താവായ നിക്കോളാസ്, അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊന്നും തന്നെ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നാണ് കരോലിൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കരോലിൻ അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഭർത്താവായ നിക്കോളാസ് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് തൻ്റെ പ്രയത്നം കൊണ്ട് ശതകോടീശ്വരനായി മാറിയ വ്യക്തിയാണ്. ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ വലിയ വ്യവസായ സംരംഭങ്ങളും റിയൽ എസ്റ്റേറ്റ് വ്യവസായമൊക്കെ ഉള്ള വ്യക്തി കൂടിയാണ് നിക്കോളാസ്. ട്രംപാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിമാരാണെങ്കിലും ഒക്കെ തന്നെ മാധ്യമങ്ങളുമായി നിരന്തരമായി ഏറ്റുമുട്ടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. പ്രമുഖ ടെലിവിഷൻ ചാനലായ CNN തന്നെ ട്രംപ് നിരന്തരമായ ഏറ്റുമുട്ടലായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് കരോലിൻ മാധ്യമങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പലരും ആകാംക്ഷയോടെ ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. കാരണം കരോലിനും കർക്കശക്കാരിയാണ്. മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈയൊരു പെരുമാറ്റ രീതി തന്നെ തുടരുകയാണെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന ആകാംക്ഷയിലാണ് മാധ്യമലോകവും.